അനന്തതയേറെ വിശുദ്ധ ബൈബിളിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഥ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. സത്യപ്രവചനം. ഇസ്രായേലിലെ അതിമനോഹരമായ ഒരു കൊട്ടാരം. ഒരു പ്രഭാതത്തിൽ ആ കൊട്ടാരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. എങ്ങും കൊട്ടും മേളവും ആർപ്പുവിളികളും. അവർ ആഹ്ലാദത്തിലാണ്. കൊട്ടാര നർത്തകികൾ മറന്നു നൃത്തം ചെയ്യുന്നു. തപ്പുതൊട്ടി താളമിട്ട് പാട്ടുപാടി നൃത്തമാടി ആനന്ദമായി ആഘോഷമായി കൊട്ടാരമാകെ ഉണർന്നു. അവിടെ കൂടി നിന്ന മനുഷ്യ മനസ്സുകൾ ഉല്ലസിച്ചാർക്കുകയാണ്. അവരുടെ ഈ സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, ആഹാബ് രാജാവിന്റെ വിവാഹമാണിന്ന്. വധു ആരാണെന്ന് അറിയണ്ടേ? ഒരു അപ്സരസ്. രാജാവ് ഏക്ബാലിന്റെ പുത്രിയാണ്. വധുവും വരനും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവയിൽ എത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് ദർശനം നൽകാൻ. അവരെ കണ്ട മാത്രയിൽ ഇസ്രായേൽ ജനത അനുഗ്രഹം ചൊരിയുന്നു. നമ്മുടെ രാജ്യത്തെ പൊൻകൊടി പാറുവാൻ ദേവൻ നൽകിയ രാജ്ഞി വാഴ്വാൻ നാടിൻ അഭിമാന സ്തംഭമായി മാറുക ആവിൻ കാതയാൽ ശോഭിക്കുക. ആ വിവാഹം എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ടു. പക്ഷേ ഒരാൾ മാത്രം കോപം പോന്നു. ഇസ്രായേലിന്റെ രാജാവായ കർത്താവായിരുന്നു അത്. ആഹാ, കർത്താവിനെ മറന്ന് ദുർദേവനായ ബാൽദേവനെ ആരാധിക്കുകയും ആ ദൈവം നൽകിയ ജെസബേലിനെ വിവാഹം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിനെതിരെ ദൈവം ശബ്ദിച്ചു. പക്ഷേ ആ ശബ്ദം ആഹാബ് കേട്ടില്ല. എങ്ങനെ കേൾക്കാൻ? ആഹാബിൻ ഹൃദയത്തിൽ തെളിയും ജെസബേലിൻ പുഞ്ചിരികൾ മധുവിതുരാവിന്റെ മധുരം തൂകി മതിമറന്നായുടം മാനസങ്ങൾ. ആഹാബിന് ജെസബേൽ ജീവന്റെ ജീവനാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ജെസബേൽ പറയുന്നതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ ആഹാബ് തയ്യാറല്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ ആഹാബിന്റെ ചെവിയിൽ മന്ത്രിച്ചു. ആഹാബ്, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ, കേൾക്കട്ടെ. പൂജാഗിരി വേണം, എനിക്കൊരു പൂജാഗിരി വേണം. പ്രാർത്ഥനയ്ക്കായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ബാൽദേവനായൊരു പൂജാഗിരി, ബാൽദേവനായൊരു പൂജാഗിരി. പിന്നെ ഒട്ടും വൈകിയില്ല. ആഹാബ് തന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി ബാലദേവനായൊരു പൂജാഗിരി പണിതു. ഒരു ബലിപീഠം സ്ഥാപിച്ചു. ആ ദുർദേവനെ ആരാധിച്ചു. ദൈവമായ കർത്താവിനെ അവർ മറന്നു. ഇസ്രായേലിൽ സത്യവും ധർമ്മവും നീതിയും പ്രചരിപ്പിക്കുന്ന കർത്താവിന്റെ പ്രവാചകരെ പിടികൂടി അവരെ നിഷ്കരുണം കൊന്നൊടുക്കി. ദുഷ്ടരാമാവിന്റെ ഭരണം സഹിക്കാതെ കർത്താവിൻ ദൂതുമായി എത്തി ഒരു നാൾ ദൂതൻ. ദുഷ്ടനാമാവിന്റെ ഭരണം സഹിക്കാതെ കർത്താവിൻ ദൂതുമായി
പട്ടുമെത്തിയിൽ ആ രാജാവ് അർദ്ധമയക്കത്തിൽ അമർന്ന സമയത്ത് പെട്ടെന്ന് ഒരു വിളി കേട്ടു. ആഹാ! ജ്വലിക്കുന്ന കണ്ണുകളുമായി ഒരാൾ മുന്നിൽ നിൽക്കുന്നു. ഏതിയാ പ്രവാചകൻ? ആഹാ! നീ ചെയ്ത ക്രൂരതയ്ക്ക് കണക്കില്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് വരെ ഇവിടെ മഴ പെയ്യില്ല. ഇത് കർത്താവിന്റെ അരുളപ്പാടാണ്. പ്രവാചകൻ അപ്രത്യക്ഷനായി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ മഴ നിന്നു. കൃഷി നശിച്ചു. മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങി. ദാഹജലത്തിനായി ജനം പരക്കം പാഞ്ഞു. അവരുടെ ഈ ദുരവസ്ഥയിൽ സഹായിക്കാൻ അവരുടെ ആ ദുർദേവന് കഴിഞ്ഞില്ല. ജനം രാജാവിനെതിരെ മുറവിളി കൂട്ടി. രാജാവ് കുടിനീർ നൽകുക! രാജാവ് കുടിനീർ നൽകുക! സഹൃദയരെ, ഇസ്രായേലിൽ മഴ പെയ്തിട്ട് ഇന്നേക്ക് 3 വർഷമായി. വെള്ളമില്ലാതെ ആർക്കു ജീവിക്കാൻ കഴിയും? രാജാവും രാജ്ഞിയും തല പുകഞ്ഞാലോചിച്ചു. ഉപാധിയ, എന്താ പ്രഭു? രാജ്യത്തിന്റെ അവസ്ഥ അറിയാമല്ലോ. നാട്ടിലുള്ള അരുവികളും താഴ്വരകളും ചെന്ന് നോക്കുക. ചിലപ്പോൾ അവിടെ വെള്ളം കണ്ടേക്കും. ഞാനും അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യസ്ഥൻ പിൻവാങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ഓടിക്കിറച്ചെത്തി. എന്താ എന്താ ഉപാധിയ? നീർച്ചാൽ കണ്ടോ? ഇല്ല പ്രഭു, നീർച്ചാൽ കണ്ടില്ല. ആ പ്രവാചകനെ കണ്ടു. എവിടെ എവിടെ അയാൾ? വേഗം കൊണ്ടുവരൂ. പിന്നെ ഒട്ടും താമസിച്ചില്ല. 2 പേർ ചേർന്ന് ആ പ്രവാചകനെ ആഹാബ് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. നിങ്ങളാണോ